Application of derivatives, part 1. Rate of change of quantities. dy by dx or f dash x represent rate of change of y with respect to x. But dy by dx എന്ന് പറയുന്നത് rate of change of y with respect to x ആണ്. dy by dx. This rate of change of y with respect to x. For example, ds by dt. ds by dt where s is the displacement. Then ds by dt is rate of change of displacement with respect to time. നമുക്കറിയാം അത് വെലോസിറ്റി ആണെന്ന്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അതേപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡി വി ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. ഡി വി ബൈ ഡി ടി ഈക്വൽ ടു ആക്സിലറേഷൻ എ. അങ്ങനെ ഡി എ ബൈ ഡി ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. അങ്ങനെ വേണം പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ഇസ് സെയിം ആസ് ഡി എ ബൈ ഡി ആർ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ നമുക്ക് ഡി എ ബൈ ഡി ടി കണ്ടുപിടിച്ചാൽ മതിയാവും. അതേപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ഡി വി ബൈ ഡി ടി. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. തിരിച്ചു പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. ക്വസ്റ്റ്യൻ നോക്കുക. എക്സർസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് വെൻ ആർ ഈക്വൽ ടു 3 സെന്റിമീറ്റർ ആൻഡ് വെൻ ആർ ഈക്വൽ ടു 4 സെന്റിമീറ്റർ. എന്താണ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക. We have to find rate of change of area of a circle. സർക്കിളിന്റെ ഏരിയ ആണ്. അപ്പോൾ we know സർക്കിളിന്റെ ഏരിയ a equal to pi r square ആണ്. where r is the radius. കണ്ടുപിടിക്കേണ്ടത് rate of change of area with respect to radius ആണ്. അതായത് dA by dr ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Now a equal to pi r square, therefore dA by dr equal to, ഇവിടെ r ആണ് വേരിയബിൾ, pi into r square ന്റെ ഡെറിവേറ്റീവ് 2r. Therefore dA by dr equal to 2r into pi or 2 pi r. ഇനി when r equal to 3 centimeter, dA by dr equal to, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2 pi into 3 that is 6 pi, and when r equal to 4 centimeter, dA by dr equal to 8 pi, because 2 pi into 4 that is 8 pi. Okay, now second question. The volume of a cube is increasing at the rate of 8 centimeter cube per second. How fast is the surface area increasing when the length of an edge is 12 centimeter? ക്യൂബിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് തന്നിട്ടുള്ളത്. വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്, ദാറ്റ് മീൻസ് ഡി വി ബൈ ഡി ടി ആണ് 8 എന്ന് പറയുന്നത്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ ഫാസ്റ്റ് ഈസ് ദി സർഫസ് ഏരിയ ഇൻക്രീസിങ്. നമുക്ക് സർഫസ് ഏരിയ എസ് എടുക്കുകയാണെങ്കിൽ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ഡി എസ് ബൈ ഡി ടി ആണ് കാണേണ്ടത്. എപ്പോൾ? ക്യൂബിന്റെ ഒരു എഡ്ജ് 12 സെന്റിമീറ്റർ ആവുമ്പോൾ. അത്രയും കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ആദ്യം വോളിയം ഓഫ് എ ക്യൂബ്, യുനോ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് v ഈക്വൽ ടു എക്സ് ക്യൂബ്. ഒരു സൈഡ് എക്സ് ആണെങ്കിൽ v എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ്. സർഫസ് ഏരിയയോ ക്യൂബിന്റെ സർഫസ് ഏരിയ ആണ്. ഒരു ഫേസിന്റെ ഏരിയ എക്സ് സ്ക്വയർ ആണ്. അങ്ങനെ 6 ഫേസ് ആണ്. അതുകൊണ്ട് സർഫസ് ഏരിയ 6x സ്ക്വയർ. ശ്രദ്ധിക്കുക, v ഈക്വൽ ടു എക്സ് ക്യൂബ്, s ഈക്വൽ ടു 6x സ്ക്വയർ, where x is length of a side of a cube. ഇനി തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. ഡി വി ബൈ ഡി ടി തന്നിട്ടുണ്ട് 8 ആണ്. നമുക്ക് കാണേണ്ടത് ഡി എസ് ബൈ ഡി ടി ആണ്. Now 8 equal to dv by dt, that is equal to d by dt of x cube, that is d by dx of x cube into dx by dt. അതായത് നമ്മൾ എക്സിലുള്ള ഒരു ഫംഗ്ഷനെ ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇവിടെ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഡി എസ് ബൈ ഡി ടി കാണുമ്പോൾ നമുക്കറിയാം ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു 6 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആണ്. ആ ഡി എക്സ് ബൈ ഡി ടി ഇവിടുന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും.
dx by dt equal to 8 by 3x square from this equation. ഇനി നമുക്ക് ds by dt എന്താണെന്ന് നോക്കാം. ds by dt equal to ഇതാണ് s 6x square, that is d by dt of 6x square, അതായത് d by dx of 6x square into dx by dt. നമ്മളെപ്പോഴും എക്സിലുള്ള ഒരു ഫംഗ്ഷനെ ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും, പിന്നെ എക്സിനെ ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ds by dt equal to 6x square ഡെറിവേറ്റീവ് 12x into dx by dt, that is 12x into dx by dt. ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. It is 12x into 8 by 3x square equal to 32 by x. 3 എവിടെ ക്യാൻസൽ ആവും? 4 into 8 32, ഒരു x ക്യാൻസൽ ആവും, ഡിനോമിനേറ്ററിൽ x. then x equal to 12 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു എഡ്ജ് 12 സെന്റിമീറ്റർ ആവുമ്പോഴുള്ള ds by dt ആണ്. then x equal to 12 ds by dt equal to 32 by 12 centimeter square per second. എങ്ങനെയാണ്? x ന് 12 കൊടുക്കുക, then 32 by 12 centimeter square per second. സിംപ്ലിഫൈ ചെയ്താൽ 8 by 3 centimeter square per second. അടുത്ത ക്വസ്റ്റ്യൻ. The radius of a circle is increasing at the rate of 3 centimeter per second. Find the rate at which area of the circle is increasing when the radius is 10 centimeter. Radius of a circle increasing uniformly at the rate of 3 centimeter per second. എന്താണത്? റേഡിയസ് ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ ഏരിയ നമ്മൾ പൈ ആർ സ്ക്വയർ എന്നെടുക്കുകയാണെങ്കിൽ ആറിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. dr by dt equal to 3. Find the rate at which area of the circle is increasing. എന്താണ് കാണേണ്ടത്? dA by dt ആണ് കാണേണ്ടത്. എപ്പോൾ? റേഡിയസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. തന്നിട്ടുള്ളത് സർക്കിളിൻ്റെ ഏരിയ ആണ്, അപ്പോൾ a ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. പിന്നെ തന്നിട്ടുള്ളത് dr by dt തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് dA by dt ആണ്. dA by dt ഈക്വൽ ടു പൈ ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, പൈ ഇൻറ്റു ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം ടി ആണ്. അപ്പോൾ ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2r ഇൻറ്റു dr by dt ആണ്. ദാറ്റ് ഈസ് dA by dt ഈക്വൽ ടു 2 പൈ ആർ ഇൻറ്റു dr by dt ഈക്വൽ ടു 2 pi into dr by dt is 3 and r equal to 10. Therefore dA by dt equal to 60 pi centimeter square per second. Next question. An edge of a variable cube is increasing at the rate of 3 centimeter per second. How fast is the volume of the cube is increasing when the edge is 10 centimeter long? ഇവിടെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വോളിയം ഓഫ് എ ക്യൂബ് ആണ്. v ഈക്വൽ ടു എക്സ് ക്യൂബ് ഓർ ആർ ക്യൂബ് അല്ലെങ്കിൽ എ ക്യൂബ്. ഒരു സൈഡ് എന്താണ് എടുക്കുന്നത് അതിനനുസരിച്ച് വോളിയം വരും. ഹിയർ v ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് എടുക്കും, കാരണം ക്യൂബിൻ്റെ വോളിയമാണ്. പിന്നെയോ an edge of a variable cube is increasing at the rate of 3 centimeter per second. അപ്പോൾ 3 എന്താണ് ആക്ച്വലി? എഡ്ജ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ്, അതായത് dx by dt ആണ് 3. നമുക്ക് കാണേണ്ടത് how fast is the volume of the cube is increasing. dv by dt ആണ് കാണേണ്ടത്. എപ്പോൾ? when x equal to 10 centimeter. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. dv by dt കാണണം. dv by dt എന്ത് വരും? dv by dt equal to 3x square into dx by dt. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. x is 10, dx by dt equal to 3. Therefore dt equal to dv by dt equal to 3 into x square. x square is 10 square. 10 square is 100. Therefore 3 into 100 into dx by dt is 3 again. So 3 into 100, that is 900 centimeter cube per second. Fifth question. A stone is dropped into a quiet lake and waves moves in circles at the speed of 5 centimeter per second. At the instant when the radius of the circular wave is 8 centimeter, how fast is the enclosed area increasing? നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്, സിമിലർ ക്വസ്റ്റ്യൻ. അതായത് സർക്കിൾ ആണ്, അപ്പോൾ a ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ dr by dt തന്നിട്ടുണ്ട് 5 centimeter per second, r തന്നിട്ടുണ്ട് 8 centimeter.
നമുക്ക് കാണേണ്ടത് dA/dt ആണ്. dA/dt equal to pi r square ഡെറിവേറ്റീവ് 2 pi r into dr/dt. r dr/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The radius of a circle is increasing at the rate of 0.7 cm per second. What is the rate of increase of its circumference? ഇവിടെ സർക്കംഫറൻസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിക്കുന്നത്. perimeter equal to circumference or perimeter equal to p, that is equal to 2 pi r for a circle. Now dp/dt equal to 2 pi into r ന്റെ ഡെറിവേറ്റീവ് dr/dt. dr/dt തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Next question. The length x of a rectangle is decreasing at the rate of 5 cm per minute and width y is increasing at the rate of 4 cm per minute. When x equal to 8 cm and y equal to 6 cm, find the rate of change of perimeter and rate of change of area of the rectangle. അതായത് ഇവിടെ തന്നിട്ടുള്ളത് ലെങ്ത് ഡിക്രീസ് ചെയ്യാണ്. ലെങ്ത് ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് 5 cm per minute ആണ്. അപ്പോൾ ലെങ്ത് നമ്മൾ എക്സും വിഡ്ത്ത് വൈയും ആയിട്ട് എടുക്കുകയാണെങ്കിൽ dx/dt equal to, since it is decreasing, we have to take -5 cm per minute or -5. dx/dt equal to -5 cm per minute, and dy/dt is, since it is increasing, we can take it as 4 cm per minute. Perimeter നമുക്കറിയാം, റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 times length plus breadth ആണ്. that is 2 times x plus y or 2x plus 2y. dp/dt ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. dp/dt equal to 2 into x ന്റെ ഡെറിവേറ്റീവ് dx/dt plus y ന്റെ ഡെറിവേറ്റീവ് dy/dt. that is 2 into -5 plus 4, that is equal to -2 cm per minute. -2 cm per minute ആണ്. അതായത് perimeter is decreasing at the rate of 2 cm per minute. ഇനി ഏരിയ നോക്കാം. ഏരിയ ഈക്വൽ ടു xy, because it's a rectangle, area is length into breadth. dA/dt equal to, ഇത് പ്രോഡക്റ്റ് റൂളിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദറ്റ് ഈസ് x is 8, dy/dt equal to 4, y is 6 and dx/dt equal to -5. Then 8 into 4, 32 minus 30, that is 2 cm square per minute. That is, area is increasing in the rate 2 cm square per minute, while perimeter is decreasing at the rate of 2 cm per minute. Next question. A balloon which always remains spherical on inflation is being inflated by pumping in 900 cubic centimeters of gas per second. Find the rate at which the radius of the balloon increases when the radius is 15 centimeter. So balloon spherical shapeലുള്ള balloon ആണ്. അതായത് we can consider it as a sphere. തന്നിട്ടുള്ളത് is being inflated by pumping in 900 cubic centimeter of gas per second. അതായത് rate of change of volume ആണ് തന്നിട്ടുള്ളത്. Find the rate at which radius of the balloon increasing. അതായത് dr/dt ആണ് കാണേണ്ടത്. dv/dt തന്നിട്ടുണ്ട്, റേഡിയസും തന്നിട്ടുണ്ട്. Since it is a sphere, we have v equal to 4/3 pi r cube. നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, പ്രീവിയസ് നോളജ് ആണ്. വോളിയം ഓഫ് എ സ്പിയർ is 4/3 pi r cube. തന്നിട്ടുള്ളത് dv/dt equal to 900 and r equal to 15. നമുക്ക് കാണേണ്ടത് എന്താണ്? dr/dt ആണ്. ജസ്റ്റ് ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dv/dt equal to 4/3 into 3 pi r square into dr/dt. അതായത് 4/3 pi കോൺസ്റ്റന്റ് ആണ്. 4/3 pi into 3 r square into dr/dt. ആ 3 ആയിട്ട് ക്യാൻസൽ ആവും. അപ്പോൾ dv/dt equal to 4 pi r square into dr/dt implies dr/dt equal to dv/dt by 4 pi r square. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dv/dt 900 ആണ്. 4 pi into r square, r is 15, r square is 225. 4 into 225 is again 900. 900 cancels. Answer is 1/pi centimeter per second. Next question. A balloon which always remains spherical has a variable radius.
Find the rate at which its volume is increasing with the radius when the latter is 10 centimeter. ഇവിടെയും സ്പെറിക്കൽ ബലൂൺ ആണ് പറഞ്ഞിരിക്കുന്നത്, അതായത് സ്പിയർ ആണ്. അതുകൊണ്ട് തന്നെ v equal to 4/3 pi r cube. നമുക്ക് കാണേണ്ടത് rate at which its volume is increasing with respect to its radius ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പ്രത്യേകം തന്നിട്ടില്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് നമ്മൾ എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് പറയുക. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് പ്രത്യേകം തന്നിട്ടുണ്ട്, അതുകൊണ്ട് dv/dr ആണ് കാണേണ്ടത്. ഇതിനോ v equal to 4/3 pi r cube. അപ്പോൾ dv/dr എന്ത് വരും? 4/3 pi into r ൽ തന്നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. r ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3r². 3 ക്യാൻസൽ ആക്കിയാൽ 4 into pi r². എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. when r equal to 10 dv/dr equal to 4 into pi into r², that is 10², that is 400 pi. Next question, 10th one. A ladder 5 meter long is leaning against a wall. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeter per second. How fast is its height on the wall decreasing when the foot of the ladder is 4 meter away from the wall? അതിന്റെ ഫിഗർ ഒന്ന് നോക്കാം. ഇതാണ് ലാഡർ, ഇത് ഫ്ലോർ, ഇത് വാൾ. ഈ ലാഡർ ഇങ്ങോട്ട് വലിക്കുകയാണ്. ആ റേറ്റ് തന്നിട്ടുണ്ട് 2 centimeter per second. ഇത് ഇങ്ങോട്ട് വലിക്കുന്നതിനനുസരിച്ച് ഈ ഹൈറ്റ് ഡിക്രീസ് ചെയ്യും. അതാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഇതിന് എക്സ് എന്നും ഇതിന് വൈ എന്നും എടുക്കാം. ഇത് ലാഡർ ആണ്, ലാഡറിന്റെ ലെങ്ത് 5 ആണ്. തന്നിട്ടുള്ള കാര്യം dx/dt is 2 തന്നിട്ടുണ്ട്. dy/dt കാണണം. എപ്പോൾ? when the foot of the ladder is 4 meter away from the wall, അതായത് x4 ആവും. x4 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് y എന്താവും? since it is always a right angle triangle, this is 5, this is 4, then this is 3, because 3² plus 4² equal to 5². അപ്പം when x equal to 4, y equal to 3. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. നമുക്ക് കാണേണ്ടത് dy/dt ആണ്. It is given dx/dt equal to 2 cm. ഇവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് it is always a right angle triangle, therefore x² plus y² equal to 25. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x² plus y² equal to 25 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x into dx/dt plus 2y into dy/dt equal to 0, because 25 is a constant. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 into 4 into 2, അതായത് 2x4 ആണ്, dx/dt 2 ആണ്, equal to 2 into y is 3 into dy/dt equal to 0, implies dy/dt equal to 2 cancel out, 8 equal to 3 dy/dt, or dy/dt equal to minus 8/3 centimeter per second. It is minus, that is dy/dt decrease ചെയ്യാണ്, അതായത് വൈയുടെ വാല്യൂ അല്ലെങ്കിൽ ഹൈറ്റ് ഡിക്രീസ് ചെയ്യാണ്. when x increasing, y is decreasing, therefore it becomes minus. dy/dt is negative 8/3 centimeter per second. Next question, a particle moves along the curve 6y equal to x cube plus 2. Find the points on the curve at which the y coordinate is changing 8 times as fast as the x coordinate. very important ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കർവ് ആണ് തന്നിരിക്കുന്നത്, ഒരു ഫംഗ്ഷൻ 6y equal to x cube plus 2 എന്നൊരു കർവാണ് തന്നിരിക്കുന്നത്. ആ കർവിലെ ഏത് പോയിന്റിലാണ് y വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് 8 times as fast as x coordinate? y ചേഞ്ച് ചെയ്യുന്ന റേറ്റ് x ചേഞ്ച് ചെയ്യുന്ന റേറ്റിന്റെ 8 times ആണ്. ശരിക്കും റേറ്റ് ഓഫ് ചേഞ്ചിന്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. What does it mean? Y coordinate is changing 8 times as fast as x coordinate. That is dy/dx equal to 8. That's all. dy/dx equal to 8. ഇനി എന്താണ് dy/dx? 6y equal to x cube plus 2. Then 6 into dy/dx equal to 3x². Implies 48 equal to 3x². Implies x² equal to 16. Implies x equal to 4 and minus 4. dy/dx 8 ആവുന്നത് x 4 അല്ലെങ്കിൽ minus 4 എടുക്കുമ്പോഴാണ്.
ഇനി എക്സ് 4 എടുക്കുകയാണെങ്കിൽ വൈ എന്താണ്? എക്സ് ഈക്വൽ ടു 4 ഇംപ്ലൈസ് വൈ ഈക്വൽ ടു 11 ബിക്കോസ് when x equal to 4 x cube equal to 64 plus 2 66 6y equal to 66 y equal to 11. Now when x equal to minus 4 y equal to 6y equal to minus 62 and y equal to minus 62 by 6 or minus 31 by 3. Therefore required points are 4, 11 and minus 4 minus 31 by 3. A balloon which always remains spherical has a variable diameter 3 by 2 into 2x plus 1. Find the rate of change of its volume with respect to x. The diameter is 3 by 2 into 2x plus 1. Therefore, its radius is 3 by 4 into 2x plus 1. That is diameter. Now, spherical shape that is sphere. Therefore, volume equal to 4 by 3 pi r cube. 4 by 3 pi into r cube. R is 3 by 4 into 2x plus 1. Its cube is 3 by 4 whole cube into 2x plus 1 cube. Simplifying, we have 9 by 16 pi into 2x plus 1 whole cube. Now, rate of change of volume with respect to x that is dv by dx. dv by dx equal to 9 by 16 pi into constant d by dx of 2x plus 1 whole cube. ഇതിന്റെ ഡെറിവേറ്റീവ് 3 into 2x plus 1 whole square into 2 ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. രണ്ട് ഫംഗ്ഷൻ, ഒന്ന് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ, ഒന്ന് 2x plus 1 എന്ന ഫംഗ്ഷൻ. ദാറ്റ് ഈസ് 3 into 2x plus 1 whole square into 2. സിംപ്ലിഫൈ ചെയ്താൽ we have it is 27 by 8 pi into 2x plus 1 whole square. Next question. Sand is pouring from a pipe at the rate of 12 centimeter cube per second. The falling sand forms a cone on the ground in such a way that the height of the cone is always 1/6 the radius of the base. How fast is the height of the sand cone increasing when the height is 4 cm? അതായത് സാൻഡ് ഒരു കോണിന്റെ രൂപത്തിലാണ് വീഴുന്നത്. ആ കോണിന്റെ റേഡിയസ് എപ്പോഴും ഹൈറ്റിന്റെ 6 times ആണ്. റേഡിയസ് r ഈക്വൽ ടു ആ കോണിന്റെ റേഡിയസ് ആ കോണിന്റെ ഹൈറ്റിന്റെ 6 times ആണ്. ദാറ്റ് ഈസ് r ഈക്വൽ ടു 6h. ഇനി കോണിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം 1/3 pi r square h ആണ്. ഒരു കോണിന്റെ വോളിയം 1/3 pi r square h ആണ്. പക്ഷെ r ഈക്വൽ ടു 6h ഓൾവേസ്. v എന്ത് വരും? വോളിയം 1/3 ഇൻറ്റു പൈ ഇൻറ്റു 6h ഹോൾ സ്ക്വയർ ഇൻറ്റു h. ദാറ്റ് ഈസ് 36 pi h cube by 3. അതായത് 1/3 pi into 36 h cube. That is equal to 12 pi h cube. ഇനി നമുക്ക് കാണേണ്ടത് how fast is the height of the sand cone increasing? dh by dt ആണ് കാണേണ്ടത് when h equal to 4 cm. ഇവിടെ തന്നിട്ടുള്ളത് dv by dt ആണ്. dv by dt equal to v equal to 1/3 pi r square h, that is equal to 12 pi into h cube. Therefore dv by dt equal to 12 pi into 3h square into dh by dt. ഇതൊക്കെ തന്നിട്ടുണ്ട്. dh by dt മാത്രമേ കണ്ടതുള്ളൂ. dh by dt equal to dv by dt divided by 36 pi h square implies dh by dt equal to dv by dt 12 ആണ്, 36 pi h is 4, 16, that is 1/48 pi. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ രണ്ട് വേരിയബിൾ വരുന്നുണ്ട്. ഒരു കോൺ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റും റേഡിയസും ചേഞ്ച് വരും. അപ്പോൾ രണ്ട് വേരിയബിൾ വരുമ്പോൾ അവിടെ ഉള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്യണം, എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ r എന്ന വേരിയബിൾ എലിമിനേറ്റ് ചെയ്തു ബിക്കോസ് ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് r ഈസ് ഓൾവേസ് 6h. Hence we have dh by dt equal to 1/48 pi. Next question. The total cost Cx in rupees associated with the production of x units of an item is given by C of x equal to 0.007 x cube minus 0.003 x square plus 15x plus 4000. Find the marginal cost when 17 units are produced. It's very simple. Marginal cost എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇതൊരു ജസ്റ്റ് ഒരു പോളിനോമിയൽ ആണ്.
അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട്, അതായത് ഡെറിവേറ്റീവ് എന്ത് വരും, 0.007 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 0.003 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 15. അവിടെ എക്സിന് 17 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഹാവ് മാർജിനൽ കോസ്റ്റ്. ഇത്രേ ചെയ്യാനുള്ളൂ. ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. dc/dx ഓർ c'(x). c'(x) കാണുക, എക്സിന് 17 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് മാർജിനൽ റവന്യൂ ആണെങ്കിലും ടോട്ടൽ റവന്യൂ r(x) എന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ദാറ്റ് ഈസ് r'(x). അതിൽ എക്സ് r'(x) എന്ന് പറയുന്നത് 13 ഇൻറ്റു 2x പ്ലസ് 26. അവിടെ എക്സിന് 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അതിൽ ആ എക്സർസൈസിൽ എല്ലാ ക്വസ്റ്റ്യൻസുമായി ഓക്കെ.